ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിനകത്ത് റിനോവേഷൻ നടക്കുകയാണെന്ന് ഞാൻ ഡിസ്കൗണ്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സ്റ്റുഡിയോയും അതുപോലെ എഡിറ്റിംഗ് റൂമൊക്കെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഷോപ്പ് ഇപ്പോൾ ഒരു റിനോവേഷൻ പീരീഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് സ്റ്റുഡിയോ റൂമും പിന്നെ അതുപോലെ എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിരുന്ന റൂമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളെന്താ പറയുക പൊളിച്ചടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പുതിയൊരു ഭാവത്തിലേക്ക് വരാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ രാവിലെ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ് എല്ലാം ഒരു എന്താ പറയുക താൽക്കാലിക സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഇതൊന്നും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന റൂം. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ആരാണെന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. ചോദിക്കാൻ ചില കാരണം ചിലപ്പോൾ എൻ്റെ മകൻ വീഡിയോഗ്രാഫിയിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അവനധികം എന്താ പറയുക വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് എടുക്കുന്നത്. അപ്പോൾ അവനാണോ എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടാണോ ചോദിക്കുന്നത്. അപ്പോൾ അവന് ക്ലാസ്സിൽ പോകേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ മോനല്ല വീഡിയോ എടുക്കുന്നത്, ഡയറക്ഷൻ മാത്രമേ അവൻ തരാറുള്ളൂ. പിന്നെ വൈകുന്നേരം വരുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അതിനുള്ള ചീത്തയും അവൻ പറയാറുണ്ട്. അത് മാത്രമാണ് അവൻ്റെ സൈഡിൽ നിന്ന് കിട്ടാറുള്ളത്. പിന്നെയുള്ളത് എടുക്കുന്നത് എനിക്കൊരു സ്റ്റാഫുണ്ട്. അവൻ്റെ പേര് സിറിൽ എന്നാണ്. അപ്പോൾ അവൻ നമുക്ക് അറിയുന്ന ഒരു പയ്യൻ തന്നെയാണ്. അവൻ്റെ ഡിഗ്രി മൾട്ടിമീഡിയയിൽ കഴിഞ്ഞിട്ട് നമ്മളോടൊപ്പം വീഡിയോയും അതുപോലെ തന്നെ എഡിറ്റിങ്ങും എല്ലാം അവൻ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ സിറിൽ എന്നുള്ള പയ്യനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എഡിറ്റ് ചെയ്യുന്ന ടേബിളും എല്ലാം കമ്പ്യൂട്ടറും എല്ലാം ഇതാണ് കേട്ടോ. അപ്പോൾ നാളത്തേക്കുള്ള വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. എല്ലാം ഞാൻ പറഞ്ഞല്ലോ താൽക്കാലികമായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ എടുക്കുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് കടയുടെ അകത്താണോ, കടയില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഷോപ്പില്ലേ, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിനകത്ത് തന്നെയുള്ളൊരു റൂമാണിത്. ഇതിനകത്ത് ഇവിടെയാണ് നമ്മൾ വീഡിയോഗ്രാഫി ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൊളിച്ചടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ കുറച്ച് എന്താ പറയുക വീഡിയോയുടെ എണ്ണം കുറവായിരിക്കാം. അതുപോലെ ഞാനിപ്പോൾ ഷോപ്പിനകത്ത് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഡ്രസ്സുകൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ മിക്കവാറും സമയം കിട്ടുമ്പോഴൊക്കെ അതായത് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഫ്രീ ആണെങ്കിൽ ചെയ്യുന്ന വീഡിയോ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ ഡ്രസ്സെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഓരോ ദിവസം വരുമ്പോൾ റെഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യും. ചെയ്യാത്തത് എന്താ പറയുക കുറേ ഇപ്പോൾ തിരക്കുള്ള സമയത്ത് സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ ചെയ്ത് കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിന് മാച്ച് ചെയ്യാവുന്നൊരു ഡ്രസ്സ് ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് വെയർ ചെയ്തിട്ടാണ് വീഡിയോ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ചെയ്യുന്ന ആ ഒരു ടേബിളും അതുപോലെ ആ ഒരു ലൈറ്റും എല്ലാം തന്നെ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഷോപ്പിനകത്ത് ഇപ്പോൾ എന്താ പറയുക റിനോവേഷൻ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ റൂം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ഓരോ ഫ്ലോറിൽ വെച്ചിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക പൊളിക്കുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും നാളും ചെയ്തിരുന്നൊരു സ്ഥലം ഒന്ന് കാണിക്കാമെന്ന് ഓർത്തുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. ഏറ്റവും ആദ്യം തുടങ്ങിയത് 2021 മോൻ തന്നെയായിരുന്നു അതിന് എന്താ പറയുക ബാക്കിൽ വർക്ക് ചെയ്തിരുന്നത്. അത് നമ്മൾ താഴത്തെ ഫ്ലോറിൽ വെച്ച് ചെയ്യുമായിരുന്നു. പിന്നെ അവൻ പഠനത്തോടുള്ള ബന്ധത്തിൽ പുറത്തോട്ട് പോയി, അതോടുകൂടി അത് സ്റ്റോപ്പായി. പിന്നെ തിരിച്ചു വന്നു പുള്ളി. അപ്പോൾ തന്നെയാണത് രണ്ടാമതും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഷോപ്പിനകത്ത് വെച്ച് തുടങ്ങി. പിന്നെ അവന് പിന്നെയുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ കയറിയപ്പോൾ വേറൊരു വീഡിയോഗ്രാഫറിനെ വെച്ചു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം മൂന്നാമത്തെ ആളാണ് ഇവിടെ വന്നത്. ആദ്യം ജോയൽ, പിന്നെ സഞ്ജു ഉണ്ടായിരുന്നു, ഇപ്പോൾ സിറിലാണ്. അപ്പോൾ രണ്ടുപേരും ഒരാൾ പഠിക്കാൻ വേണ്ടി അയർലൻഡിലേക്ക് പോയി, മറ്റാൾ വേറൊരു ജോലി കിട്ടി പോയി. അതുപോലെ തന്നെ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാബ്രിക്കൊക്കെ എടുത്തു വെക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റാഫുണ്ട്. വിദ്യ എന്നാണ് അവളുടെ പേര്. ഞാൻ കാണിച്ചു തരാം. വാ വിദ്യ, ഒന്ന് വാ ജസ്റ്റ് കാണിച്ചാൽ മതി. വാ, ഫേസിൽ നിന്ന് മാസ്ക് മാറ്റലേക്ക് കാണില്ല. ഇതാണ് വിദ്യയാണ് എന്നെ നമ്മുടെ എന്താ പറയുക സ്റ്റുഡിയോ റൂമിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഹെൽപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ഈ ബണ്ടിൽസ് മുഴുവൻ കയറ്റണം, അത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ക്ലോസ് വ്യൂയിലേക്ക് പോകണം, പിന്നെ അതുപോലെ അത് നമ്പർ ഇട്ട് സ്ഥലത്ത് വെക്കണം, പിന്നെ ബാക്കി ഓരോ വീഡിയോസ് ഔട്ട് ആവണത് ഏതാണെന്നൊക്കെ നോക്കുന്നത് വിദ്യയാണ്. ഇതുപോലെ തന്നെ വേറെ പലരും ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ മാറി ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ കൂടെ നിൽക്കുന്നത് വിദ്യയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിലൊക്കെ നമ്മുടെ ഷോപ്പിലുള്ള ഓരോ സ്റ്റാഫിനെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ദിവസങ്ങളിൽ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ വീഡിയോയുടെ എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ഓരോ ഇപ്പോൾ ലൈറ്റൊന്നും കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമ്മളും വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ എല്ലാം ശരിയാക്കി എടുക്കണം. കുറച്ച് ദിവസം എടുക്കും, ഒരു 1.5 മാസം എടുക്കുമെന്ന് വിചാരിക്കുന്നതൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഫർണിഷ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നും എന്താ പറയുക അതിൻ്റെ വർക്കിൻ്റെ അനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. അതും വരേക്കും ബൈ.